ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീക്രട്ട് ടിപ്സ്. ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. ഡ്യൂട്ടിയുടെ കുറച്ച് തിരക്കേറ് കാണത്താലേ എനിക്ക് ടൈം കിട്ടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒരു പിമ്പിള് പൊട്ടിമുളച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത്. കാരണം വേറൊന്നും കൊണ്ടല്ല, കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടിട്ട് എനിക്ക് കുറച്ച് പിമ്പിൾസ് ഒക്കെ കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയതായിട്ടൊരു പിമ്പിൾ വന്നപ്പോൾ ഞാൻ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് കരുതി. സോ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ഒരു നിങ്ങൾ കണ്ടു ഒരു വലിയൊരു പിമ്പിൾ. ഇതിപ്പം കുറേയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ അത്രയും കുറച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേരാണ് പിമ്പിൾ പാച്ച്. കുറേ പേരൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവും കാണത്തില്ല. സോ അറിയാത്തവർക്കായിട്ട് മെയിൻലി ഞാൻ പറഞ്ഞുതരാം. പിമ്പിൾ പാച്ച് എന്ന് പറയുന്നത്, നമുക്ക് പിമ്പിൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ സ്ക്രാച്ച് ചെയ്ത് അതിനെ പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ ഇതുപോലുള്ള കുറേ പാടുകൾ വരിക. ഇതൊക്കെ ആയിരുന്നു സാധാരണഗതിയിൽ റൊട്ടീനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഞാനും വർഷങ്ങളിൽ എൻ്റെ ടീനേജിൻ്റെ ടൈമിലൊക്കെ ഉണ്ടായ കുരുക്കളൊക്കെ ഇതുപോലെ ഉണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്രാച്ച് ചെയ്യുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായതാണ് ഇതുപോലുള്ള കറുത്ത കറുത്ത പാടുകൾ. സോ ഞാൻ കുറച്ച് നാളായുള്ളൂ പിമ്പിൾ പാച്ചിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ പിമ്പിൾ പാച്ച് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പിമ്പിൾ വരുന്ന പാട് തന്നെ ആ ഒരു പിമ്പിൾ പാച്ച് നമ്മൾ ആ ഏരിയയിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ അത് കുറയ്ക്കാനും, പിന്നെ പുറത്തുനിന്നുള്ള ഡേർട്ട് അത് അബ്സോർബ് ആകാതെ നമുക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും തരാതെ ആ പിമ്പിളിനെ ചെറുതാക്കി അത് ഇല്ലാതെയാക്കി കളയാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് പിമ്പിൾ പാച്ച് എന്ന് പറയുന്നത്. അത് കുറച്ച് 2 സൈസിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന, ഇപ്പം റീസെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിമ്പിൾ പാച്ച് എന്ന് പറയുന്നത് ന്യൂവയുടെ പിമ്പിൾ പാച്ചാണ്. ഞാനിതിവിടെ കൊടുത്തേക്കാം. അത് 2 സൈസിലാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ഒരു ഐ തിങ്ക് എനിക്ക് എൻ്റെ 36 പിമ്പിൾ പാച്ചസ് ഉണ്ട് ഇതിനകത്ത്. വളരെ റേറ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. കാരണം ഇത് എത്ര നമുക്ക് പിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രാവശ്യം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റീയൂസബിൾ അല്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് നമുക്കത് ത്രോ ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നമ്മുടെ സാധാരണ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ പിമ്പിളിലേക്ക് നമ്മൾ കൈ തൊടാനേ പാടില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ പിമ്പിൾ പൊട്ടും. അതുകൊണ്ട് അതിലേക്ക് കൈ തൊടാനേ പാടില്ല. നമ്മൾ എന്നിട്ട് നമ്മുടെ പിമ്പിളിൻ്റെ സൈസിനനുസരിച്ച്, ചിലപ്പോൾ വലിയ കുരുക്കളായിരിക്കും, ചിലത് ചെറിയ കുരുക്കളായിരിക്കും. എൻ്റെതൊരു സാമാന്യച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ട് ഒരു വലിപ്പമുള്ളൊരു പിമ്പിൾ പാച്ച് അത് ഇതിനകത്തുനിന്ന് എടുക്കണം. പിമ്പിൾ പാച്ച് ഇതുപോലെ എടുക്കണം. അതിൻ്റെ ഒരു ഭാഗം ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. അവിടേക്ക് നമ്മൾ ഏത് പിമ്പിളാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങ് ഡാബ് ചെയ്ത് കൊടുത്തേക്കാം. അത് അവിടെ ഇരുന്നോളും. ഇങ്ങനെയാണ് പിമ്പിൾ പാച്ച് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിലൊരു 2 to 3 hours നമ്മൾ വൈകുന്നേരം അപ്ലൈ ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്ത് കളയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് നമുക്കിത് വെച്ചിട്ട് നമുക്കത് രാവിലെ മോർണിംഗിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഞാൻ എപ്പോഴും ഓവർനൈറ്റാണ് ചൂസ് ചെയ്യാറ്. കാരണം എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. പിന്നെ ഇത് രാത്രി എത്രയും നേരം ഇരിക്കുന്ന സമയം കൊണ്ട് ആ കുരുവിൻ്റെ സൈസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇൻഫ്ലമേഷനെ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ കുരുവിനകത്ത് കുറച്ച് ജംസ് ഉണ്ടാവും, അതായത് ചെറിയ പഴുപ്പുകളൊക്കെ കാണും. നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ആ ചെറിയ ആണി പോലത്തെ സാധനവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പസ്സെല്ലാം അതിനകത്തൂടെ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും. അത് റിമൂവ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള ആ ഒരു ഡേർട്ട് ഫുള്ള് പോകുമ്പോൾ പിമ്പിള് ക്ലീൻ ആകുകയാണ് ചെയ്യുന്നത്. അതാണ് അതിനകത്തൊരു മാജിക് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് പിമ്പിളിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പിമ്പിളിൻ്റെ സൈസ് കുറയുകയും അത് ഷ്രിങ്ക് ആയിട്ട് അത് ഫുള്ളായിട്ട് അത് പോവുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ പിമ്പിൾ പാച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് സാലിസിലിക് ആസിഡ് അടങ്ങിയതായതുകൊണ്ടും ഇതിനകത്തുള്ള ജങ്സിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും, അതുപോലെ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് പിമ്പിളിനെ ആക്നെ പ്രോണായിട്ടുള്ള സ്കിന്നിനൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അപ്പോൾ ഇതും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ പിമ്പിളിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സാലിസിലിക് ആസിഡാണ്. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു പിമ്പിളുണ്ട് അല്ലെങ്കിൽ 1-2 പിമ്പിളുണ്ട്, നിങ്ങൾക്ക്
അതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പിമ്പിൾ പാച്ച് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ പിമ്പിൾ പാച്ച് എൻ്റെ ഫേസിലിരിക്കുന്ന അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്ന പോലാണ് വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു പാച്ചാണിത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മണ്ടക്കേക്ക് നമുക്ക് നമ്മുടെ സ്കിൻ കെയറും അതുപോലെ മേക്കപ്പും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയും ചെയ്യും. പിമ്പിളിനെ നമ്മളത് ഇറിറ്റേറ്റ് ചെയ്യത്തുമില്ല. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, പിമ്പിളുള്ള സാഹചര്യമാണ്, നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിമ്പിളിനെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. 1 ഡേ മാത്രം യൂസ് ചെയ്താൽ പോലെ കുറച്ച് ദിവസം യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പിമ്പിൾ വരുന്ന പാടെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പിമ്പിൾ ഇരുന്ന് അത് പസ്സായി ഭയങ്കര ഒരു വല്ലാത്ത സ്റ്റേജ് ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മറ്റേ കളർ ഡാർക്ക് ഇതുപോലത്തെ ഒരു പാച്ചസ് കളറൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ആണ്. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.